2026 സിവിൽ സർവീസ് പ്രിലിംസ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫെബ്രുവരി 24 വൈകിട്ട് 6 മണി വരെ മാത്രമേ അപ്ലിക്കേഷൻ ടൈം ഉള്ളൂ. ഇത്രയും കുറഞ്ഞ ടൈം ഫ്രെയിം ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുകൊണ്ട് അപ്ലൈ ചെയ്യാനുള്ളവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് OBC പോലുള്ള സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കാനുള്ളവർ പെട്ടെന്ന് തന്നെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അപ്ലിക്കേഷനിലേക്ക് കടക്കുക. അപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണത്തെ പോലുള്ള OTR രജിസ്ട്രേഷൻ അല്ല, ക്രിയേറ്റ് അക്കൗണ്ട് ആണ് ഫസ്റ്റ് പ്രോസസ്സ്. 4 സ്റ്റേജുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എൻട്രി ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ടിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിലും ഒക്കെ വെച്ച് രജിസ്റ്റർ ചെയ്തതിന് ശേഷം യൂണിവേഴ്സൽ രജിസ്ട്രേഷൻ ഉണ്ട്. അവിടെ ആധാർ ഓതന്റിക്കേഷൻ വരുന്നുണ്ട്. ഇതുവരെ ആധാർ ഓതന്റിക്കേഷൻ ട്രൈ ചെയ്തവർക്കൊക്കെ പലർക്കും ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുക. കോമൺ അപ്ലിക്കേഷൻ ഫോമിലാണ് നിങ്ങളുടെ ഈ ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഉള്ള ആ ഒരു ഫേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് റെഡി ആവാത്തവർ ഈ സ്റ്റേജ് വരെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. അതും കഴിഞ്ഞിട്ടാണ് അപ്ലൈ ഫോർ എക്സാമിനേഷൻ ഒക്കെ വരുന്നത്. അപ്പോൾ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്തു എന്നതുകൊണ്ട് നിങ്ങളുടെ ചാൻസ് മിസ്സാവില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാം, അതായത് പ്രിലിംസിൽ GS 1 GS 2 ഏതെങ്കിലും ഒരു എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമേ ചാൻസ് മിസ്സാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ മനസ്സ് ചാഞ്ചാടി നിൽക്കുന്നവരൊക്കെ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. കാരണം അപ്ലൈ ചെയ്യാൻ ആകെ 100 രൂപയേ ഉള്ളൂ. അത് തന്നെ സ്ത്രീകൾക്ക് 1 രൂപയും ഇല്ല. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്യുക. പ്രോസസ്സ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.